അണയുകയായൊരു മനമായി പൂജാവേദിയിൽ ഞങ്ങൾ കാൽവരിയിൽ ക്രൂശിതനേകിയ പാവനബലിയുടെ സ്മരണ. പൂവിളം മേനിയതിൽ ആളികളാഴ്ന്നപ്പോൾ പാപികളാകും ഞങ്ങൾക്കായി തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാതൻ തിരുമുൻപാകെ അണഞ്ഞിടാം. അന്നാദ്യസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. അത്യുന്നതമാം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ശുശ്രൂഷയുടെ മാതൃക കാണിക്കുകയും പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് സ്വന്തം ശരീരരക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളായി നൽകുകയും ചെയ്ത നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹത്തിന്റെ കൂദാശയായി നീ സ്ഥാപിച്ചു നൽകിയ ഈ ദിവ്യരഹസ്യങ്ങൾ നിർമ്മല മനസാക്ഷിയോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. മഹോന്നതനായ ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. അവന്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. നാഥ
നാഥന്മാരുടെ നാഥനെ പ്രകീർത്തിക്കുവിൻ, അവന്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ കടിഞ്ഞൂൽത്തനയരെ സംഹരിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. കടലിനെ വിഭജിച്ചവനെ പ്രകീർത്തിക്കുവിൻ, അതിന്റെ നടുവിലൂടെ അവനെ നയിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. ഫറവോയെയും സൈന്യത്തെയും കടലിൽ താഴ്ത്തിയവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. ശക്തരായ രാജാക്കന്മാരെ ഗണിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. അവന്റെ ശേഷം അവകാശമായി ജനത്തിനേകിയവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. വൈരികളിൽ നിന്ന് രക്ഷിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുനാമത്തെ പ്രതി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമേ. സമാധാനം നമ്മോടുകൂടെ. മഹോന്നതനായ കർത്താവേ, അങ്ങയുടെ ഭയഭക്തിജനകമായ പീഠത്തിന്റെയും ഉന്നതമായ ത്രോണോസിന്റെയും അലങ്കൃതവും സുത്യർഹവുമായ സിംഹാസനത്തിന്റെയും മുമ്പാകെ അങ്ങയുടെ ശുശ്രൂഷകരായ ക്രോവേന്മാർ ഇടവിടാതെ സ്തുതിക്കുകയും ശ്രാപ്പേന്മാർ പരിശുദ്ധനെന്ന് നിരന്തരം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അവരോട് ചേർന്ന് ഞങ്ങളും അങ്ങേക്ക് ഭയഭക്തികളോടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയെ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുനേടുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുനേടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു.
സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സർവേശാനേ പരിശുദ്ധൻ, ബലവാനേ പരിശുദ്ധൻ. സർവേശാനേ പരിശുദ്ധൻ, ബലവാനേ പരിശുദ്ധൻ. നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. സർവേശാനേ പരിശുദ്ധൻ, ബലവാനേ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും ബലവാനും മർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 12 1 മുതൽ 20 വരെ തിരുവചനങ്ങൾ. പിതാവേ, ആശീർവദിക്കണമേ. കർത്താവ് ഈജിപ്തിൽ വച്ച് മോശയോടും അഹറോനോടും അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം. ഏതെങ്കിലും കുടുംബം ഒരാട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കുവാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെയും പങ്കുചേർക്കട്ടെ. ഭക്ഷിക്കുവാനുള്ള കഴിവ് പരിഗണിച്ച് വേണം ഒരാടിന് വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കുവാൻ. കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തുകൊള്ളുക. എന്നാൽ അത് 1 വയസ്സുള്ള ഊനമറ്റതുമായ മുട്ടാട് ആയിരിക്കണം. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കുവാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടിലക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി അന്നു രാത്രി ഭക്ഷിക്കണം. ചുട്ടതല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത്. അതിനെ മുഴുവനും തലയും കാലും ഉൾഭാഗവുമടക്കം ചുട്ട് ഭക്ഷിക്കണം. പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത്. എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം.
ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കയ്യിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിന്റെ പെസഹായാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിന്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. മലാഖിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 1-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. പിതാവെ ആശീർവദിക്കണമേ. നിങ്ങൾ എന്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചിരുന്നെങ്കിൽ നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല. നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാനൊരു കാഴ്ചയും സ്വീകരിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, സൂര്യോദയം മുതൽ അസ്തമയം വരെ എന്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണമാണ്. എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എന്റെ നാമം ഉന്നതമാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, കർത്താവിന്റെ ബലിപീഠത്തെ നിന്ദിക്കാം, നിന്ദ്യമായ ഭോജനം അതിൽ അർപ്പിക്കാം എന്ന് കരുതുമ്പോൾ നിങ്ങൾ അതിനെ മലിനമാക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ മടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്കെതിരെ ചീറുന്നു. അക്രമം കൊണ്ട് പിടിച്ചതിനെയും മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും നിങ്ങൾ കാഴ്ചയായി അർപ്പിക്കുന്നു. നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാൻ അത് സ്വീകരിക്കണമോ? കർത്താവ് ചോദിക്കുന്നു. തന്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാട് ഉണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട് ഊനമുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്ന വഞ്ചകന് ശാപം. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ഉന്നതനായ രാജാവാണ്. ജനതകൾ എന്റെ നാമം ഭയപ്പെടുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുപെസഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. മഹിമാവല്ലോ വാനിലും ഊഴിയിലും തിങ്ങി വിളങ്ങുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുപെസഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദിയിൽ. ജനതകളവിടുത്തെ മഹിമകൾ പാടുന്നു, കാണുവണങ്ങുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ
പിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ദീപികളാം ഹല്ലേലൂയ ദീപികളാം കർത്താവിൻ തിരുപ്രസാദം നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദിയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ദീപികളാം ഹല്ലേലൂയ ദീപികളാം കർത്താവിൻ തിരുപ്രസാദം നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദിയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദിവ്യവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 11 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ പിതാവെ ആശീർവദിക്കണമേ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ വരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനമിതാ ജീവദായക വചനമിതാ മനുഷ്യപുത്രൻ മനസ്സിൽ ദൈവവചനമിതാ 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 ജീവദായക വചനമിതാ മനുഷ്യപുത്രൻ മനസ്സിൽ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ മത്തായി എന്നിവർ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന്
പെസഹ തിരുനാളിന് മുമ്പ് ഈശോ അറിഞ്ഞു, ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിമയോന്റെ പുത്രനായ യൂദാസ്കറിയോത്തായുടെ മനസ്സിൽ ഈശോയെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു. പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും ഈശോ അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ കെട്ടി, അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരിക്കുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമയോൻ പത്രോസിന്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എന്റെ കാൽ കഴുകുകയോ? ഈശോ പറഞ്ഞു, ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എന്റെ പാദം കഴുകരുത്. ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്കെന്നോടുകൂടെ പങ്കില്ല. ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസ്സും കൂടി കഴുകണമേ. ഈശോ പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്നവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ചു മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവ് മലയിലേക്ക് പോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു, വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. ഈ രണ്ട് സംഭവങ്ങളാണ് ഈ പെസഹ വ്യാഴാഴ്ച നാം അനുസ്മരിക്കുന്നത്. ഈ സംഭവങ്ങൾ നടക്കുമ്പോഴുള്ള നമ്മുടെ കർത്താവിൻ്റെ മനോഗതമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ വാചകങ്ങളിൽ നാം കേട്ടത്. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് ഈശോ അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. കർത്താവിന് പിതാവിൻ്റെ സന്നിധിയിൽ പോകാൻ സമയമായി എന്ന ആ തിരിച്ചറിവ്, സ്വന്തമായുള്ളവരെ അവസാനം വരെ സ്നേഹിക്കുന്ന ആത്മസമർപ്പണം, ഇവ രണ്ടും നാം പ്രഥമത നമ്മുടെ ധ്യാന വിഷയം ആക്കേണ്ടിയിരിക്കുന്നു.
സൃഷ്ടം പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് ഐക്യപ്പെടുത്തുന്നതിനാണ് ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചത്. മല്ലടിച്ച മനുഷ്യനെ തൻ്റെ സ്വന്തമാക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനം അത് അതിൻ്റെ ഉച്ചകോടിയിലെത്തിയിരിക്കുകയാണ് പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഉയിർപ്പ് സംഭവങ്ങളിലൂടെ. മനുഷ്യവംശത്തെ മുഴുവൻ ദൈവം ക്രിസ്തുവില് സ്വന്തമാക്കുകയാണ്, ദത്തെടുക്കുകയാണ്. ഇപ്രകാരം സ്വന്തപ്പെട്ട മനുഷ്യവംശത്തെ മുഴുവൻ തന്നിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈശോ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നത്. ഇന്ന് 4 വായനകൾ നമ്മൾ കേട്ടു. പഴയ നിയമത്തിൽ നിന്ന് 2 വായനകൾ, പുതിയ നിയമത്തിൽ നിന്ന് ലേഖന വായനയും സുവിശേഷവും. നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ ഉള്ള ഒരു ക്രമമാണിത്. ദേവാലയ ശുശ്രൂഷകൾ ദീർഘമായി പോകാതിരിക്കാനാണ് ചിലപ്പോൾ 3 വായനകളിലും ചിലപ്പോൾ 2 വായനകളിലുമായിട്ട് നമ്മൾ തിരുവചന ധ്യാനം ഒതുക്കുന്നത്. എന്നാൽ ഇന്ന് പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് നമ്മൾ ആ പാരമ്പര്യം പൂർണ്ണമായിട്ട് പാലിക്കുകയാണ്. നിയമവും പ്രവാചകന്മാരുമെന്ന് പഴയ നിയമം വിശേഷിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് നിയമഗ്രന്ഥങ്ങളിലൊന്നായ പുറപ്പാടിൽ നിന്ന് നാം ഒരു വായന കേട്ടു. പ്രവാചക ഗ്രന്ഥങ്ങളിലൊന്നായ മലാക്കിയിൽ നിന്ന് 2ാമത്തെ വായനയും. ആദ്യ വായനയിൽ പഴയ നിയമത്തിൻ്റെ പെസഹായുടെ വിവരണമായിരുന്നു. എത്ര കൃത്യമായിട്ടാണ്, എത്ര അർത്ഥവത്തായിട്ടാണ് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ പെസഹ ആചരിച്ചതെന്ന് നമുക്കറിയാം. അവിടെ അതവരുടെ യഥാർത്ഥമായ ഒരു കടന്നുപോകലിൻ്റെ അനുസ്മരണമായിരുന്നു. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്, കടന്നുപോകൽ. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കാനാൻ നാട്ടിലെ ദൈവാനുഭവത്തിലേക്കുള്ള കടന്നുപോകൽ, കടൽ കടന്നുള്ള ഒരു പോകലാണത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിലൂടെയുള്ള നമ്മുടെ കടന്നുപോകലാണ് നമ്മുടെ പെസഹ. പാപത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും വിട്ട് കൃപയുടെ അനുഭവത്തിലേക്ക് മിശിഹായിലൂടെ ദൈവപിതാവിൻ്റെ മക്കളെന്നുള്ള നിലയിലുള്ള കടന്നുപോകൽ. കർത്താവ് പെസഹ ആഘോഷിക്കുന്നത് തന്നെ പഴയ നിയമ പെസഹായുടെ പശ്ചാത്തലത്തിലാണ്. ശിഷ്യന്മാരെ കൊണ്ട് പെസഹായ്ക്ക് അവിടുന്ന് ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. സിയോൻ മാളികയിലാണ് ഈ പെസഹ ആചരണം നടന്നതെന്നും നമുക്കറിയാം. ഈ ആചരണം പൂർണ്ണമായിട്ട് പഴയ നിയമത്തിൻ്റെ പെസഹ ആചരണമായിരുന്നോ, അതിനുശേഷമാണോ കർത്താവ് തൻ്റെ പെസഹ സ്ഥാപിച്ചത് എന്നൊക്കെ ബൈബിൾ പണ്ഡിതന്മാർ ചർച്ച നടത്താറുണ്ട്. ഏതായാലും പശ്ചാത്തലം പഴയ നിയമ പെസഹായുടേതായിരുന്നു. പഴയ നിയമ പെസഹായിൽ ചെയ്യുന്നത് പോലെ തന്നെ ദൈവത്തെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ ആലപിക്കുന്നുണ്ട് കർത്താവ് ഈ പെസഹായിൽ. പക്ഷേ ആ പെസഹായെ കർത്താവ് തൻ്റെ പുതിയ പെസഹായാക്കി മാറ്റുകയാണ് ഈ 2 സംഭവങ്ങളിലൂടെ. കാലുകലുകൾ ശുശ്രൂഷയിലൂടെയും വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിലൂടെയും. കാലുകഴുകൽ ദാസന്റെ ജോലിയാണ്. അതെ, കർത്താവ് സഹനദാസനാണ്. മനുഷ്യവംശത്തിനു വേണ്ടി എല്ലാ വിധത്തിലുമുള്ള വേദനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഏറ്റെടുക്കാൻ വന്നവൻ. പാപത്തിന്റെ ഫലമായ സകലതിനെയും കൃപയുടെ അനുഭവമാക്കി മാറ്റാൻ വന്നവൻ. കാല് കഴുകുന്ന കർത്താവ് തന്നെ തന്നെ ശൂന്യനാക്കുകയാണ്. ഫിലിപ്പിയർക്കുള്ള ആ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ അവൻ തന്നെ തന്നെ താഴ്ത്തി ദാസന് സമാനനായി നമ്മിൽ ഒരുവനെ പോലെ നമ്മുടെ ഇടയിൽ വസിച്ചു. ഇതാണ് കർത്താവ് അതിൻ്റെ ആഴത്തിൽ ഈ സന്ദർഭത്തിൽ ചെയ്യുക. പ്രിയമുള്ളവരെ, കാല് കഴുകല്
വിനയത്തിന്റെ പ്രവൃത്തിയാണ്. നമുക്കത് മാതൃകയാണെന്നും ഈശോ പറയുന്നുണ്ട്. എന്നാൽ കാലുകഴുകൽ വിനയത്തിന്റെ മാതൃക മാത്രമല്ല, അവിടുന്ന് സാധിച്ച രക്ഷാകര കർമ്മത്തിന്റെ മുഴുവൻ പ്രതീകമാണ്, അടയാളമാണ്. എന്താണ് അവിടുന്ന് ചെയ്യാൻ പോകുന്നതെന്ന് മുൻകൂട്ടി അവിടുന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് ഈ കാലുകഴുകൽ ശുശ്രൂഷയിലൂടെ. ശിഷ്യന്മാരുടെ പാദങ്ങളിൽ മുട്ടുകുത്തുന്ന കർത്താവ് മനുഷ്യവംശത്തിന്റെ മുമ്പിലാണ് മുട്ടുകൾ മടക്കുന്നത്. ശിഷ്യരെ മാത്രം കഴുകി ശുചിയാക്കുകയല്ല, പിന്നെയോ മനുഷ്യവംശത്തെ മുഴുവൻ അവിടുന്ന് ശുദ്ധീകരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ കർത്താവ് പറയുന്ന ഒരു വാചകം നമ്മുടെ ശ്രദ്ധയ്ക്ക് നാം വിഷയീഭവിപ്പിക്കണം. അവൻ അവരെ അവസാനം വരെ സ്നേഹിച്ചു. അവസാനം വരെ എന്ന് നാം വായിക്കുമ്പോൾ പ്രഥമത ചിന്തിച്ചു പോകുന്നത് അവസാനത്തെ നിമിഷം വരെ, മരണത്തിന്റെ നിമിഷം വരെ അവൻ അവരെ സ്നേഹിച്ചു എന്നായിരിക്കും. അത് ശരിയാണ്. എന്നാൽ അതിലപ്പുറമാണ് അതിൻ്റെ അർത്ഥം. കർത്താവ് അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അത് പരമാവധി സ്നേഹിച്ചു, അതിരില്ലാതെ സ്നേഹിച്ചു, മനുഷ്യന്റെ ഭാവനയ്ക്കപ്പുറം അവിടുന്ന് സ്നേഹിച്ചു എന്നുള്ള അർത്ഥത്തിലും കൂടെയാണ്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കാവുന്നതിൽ കവിഞ്ഞ സ്നേഹം ദൈവപുത്രനായ ഈശോ മനുഷ്യവംശത്തിന് നൽകി. അവിടുത്തെ ജീവിതം സ്നേഹത്തിന്റെ പര്യായമായിരുന്നു. അതിന്റെ പരിസമാപ്തിയിലാണ് നിഷ്ഠുരമായ പീഡകൾ സഹിച്ച് രക്തം ചിന്തി കർത്താവ് കുരിശിലേറി മരിക്കുന്നത്. അതുവഴി പാപപങ്കിലമായ മനുഷ്യവംശത്തെ കഴുകി വിശുദ്ധീകരിച്ച് കർത്താവ് പിതാവിന് സമർപ്പിക്കുകയാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവരായിട്ടാണ് സ്വർഗത്തിലെത്തുന്ന തെരഞ്ഞെടുക്കപ്പെട്ടവരെ വെളിപാടിന്റെ പുസ്തകം വിശേഷിപ്പിക്കുന്നത്. ആകയാൽ ശിഷ്യന്മാരുടെ കാല് കഴുകലിലൂടെ രക്ഷയുടെ ആഴമായ അർത്ഥമാണ് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടത്. കർത്താവിൽ കഴുകി ശുദ്ധിയാക്കപ്പെടുന്നവർക്ക് മാത്രമേ അവിടുത്തോടുകൂടെ പങ്കുണ്ടാവുകയുള്ളൂ. കാല് കഴുകാൻ വിസമ്മതിച്ച പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കാല് കഴുകുന്നില്ലെങ്കിൽ നിനക്കെന്നോടുകൂടി പങ്കില്ല. അതെ, കർത്താവിന്റെ പീഡാസഹനങ്ങളിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും കടന്നു പോകുന്നവർക്ക് മാത്രമേ അവിടുത്തോടുകൂടി പങ്കുള്ളൂ. കർത്താവിനോടുകൂടി പങ്കുണ്ടാകണമെന്ന് വരികിൽ അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതമായി മാറണമെന്ന് അർത്ഥം. ഈ ഒരു അർത്ഥത്തിലാണ്, ഈ ഒരു സത്യത്തിലാണ് പ്രിയമുള്ളവരെ നാം മാമോദീസായിലൂടെ വിശ്വസിച്ച് മുന്നേറിയിരിക്കുന്നത്. മാമോദീസായിലെ നമ്മുടെ മരണവും മാമോദീസായിലെ നമ്മുടെ ഉത്ഥാനവും കർത്താവിനോടുകൂടെ നമുക്ക് പങ്കു തരുന്ന ഒരു കഴുകൽ ശുശ്രൂഷയായിരുന്നു. നമ്മുടെ പാദങ്ങൾ മാത്രമല്ല, നമ്മുടെ മുഴുവൻ കഴുകിക്കൊണ്ട് കർത്താവ് തന്റെ പെസഹായിലേക്ക് നമ്മളെ കടത്തിവിടുകയായിരുന്നു. ഇനി കർത്താവിനോടുകൂടി ഉള്ളതാണ് നമ്മുടെ ജീവിതം. മാമോദീസ കഴിഞ്ഞാൽ പിന്നെ ക്രൈസ്തവന് മറ്റൊരു തെരഞ്ഞെടുപ്പില്ല. അവന് പിന്നെയുള്ളത് മിശിഹായിലുള്ള ജീവിതം മാത്രമാണ്. കർത്താവിന്റെ വചനങ്ങളാൽ, കൂദാശകളാൽ, സ്നേഹത്തിന്റെ പ്രവർത്തനങ്ങളാൽ കർത്താവിന്റെ ശുദ്ധീകരണത്തിൽ നാം പങ്കുചേരണം. ത്യാഗപൂർണമായ ശുശ്രൂഷകളിലൂടെ കർത്താവിനോടൊപ്പം അവിടുത്തെ രക്ഷാകര കർമ്മത്തിൽ നാം പങ്കുചേരണം. പരസ്പരം പാദങ്ങൾ കഴുകുന്ന പ്രക്രിയയാക്കി ജീവിതത്തെ പരിവർത്തനം ചെയ്യണം. നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല, കർത്താവ് പറയുകയാണ്. വിശുദ്ധ യോഹന്നാൻ അതിനൊരു വ്യാഖ്യാനവും കൂട്ടിച്ചേർക്കുന്നുണ്ട്. തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്നവൻ പറഞ്ഞത്. എന്താണ് ഈശോ വിവക്ഷിക്കുന്ന ഈ ശുദ്ധി? ദൈവത്തിന് മുമ്പാകെ ശുദ്ധിയോടെ വ്യാപരിക്കാനായി നമുക്കറിയാവുന്നതുപോലെ എല്ലാ മതങ്ങളിലും ശുചീകരണ കർമ്മങ്ങളുണ്ട്.
യഹൂദർക്ക് ശുദ്ധീകരണ തിരുനാൾ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തങ്ങൾ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നുവെന്ന് പിന്നീട് കർത്താവ് മുന്തിരിച്ചെടിയുടെ ഉപമ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അതെ, മിശിഹായിൽ വസിച്ചുകൊണ്ട്, അവിടുന്ന് നമ്മിൽ വസിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതം ദൈവികമാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ വ്യാപരിക്കുവാൻ ഇതാ കർത്താവിൻ്റെ ഇന്നത്തെ സന്ദേശം നമ്മളെ മാടി വിളിക്കുന്നു. ക്രിസ്തുവിൽ ആഴപ്പെട്ട് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ശുദ്ധീകൃതരാകുന്നത്. അതുവഴി നമ്മുടെ ധാർമ്മിക ജീവിതവും തദനുസൃതമായി വിശുദ്ധീകരിക്കപ്പെടും. എനിക്ക് ജീവിതം ക്രിസ്തുവാകുന്നുവെന്ന് പറയുന്ന പൗലോസ് ശ്ലീഹ ഉദ്ദേശിക്കുന്നതും ഇതുതന്നെയാണ്. പ്രിയമുള്ളവരെ, മിശിഹായെ നമ്മൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതം മിശിഹായാണെന്ന് ബോധ്യപ്പെട്ട് അതനുസരിച്ച് ജീവിക്കുവാനുള്ള തയ്യാറെടുപ്പ് നമ്മിൽ ഉണ്ട് എന്ന് വരികിൽ, പിന്നീട് നമ്മുടെ ധാർമ്മിക ജീവിതം, നമ്മുടെ നീതിബോധം, നമ്മുടെ പരസ്പര ബന്ധങ്ങൾ, കുടുംബജീവിതം എല്ലാം മിശിഹായ്ക്ക് യോജിച്ചതായി മാറുമെന്നുള്ളതിൽ സംശയമില്ല. വിശുദ്ധ അൽഫോൻസാമ പറയുമായിരുന്നല്ലോ, ഈശോയെ എനിക്ക് നീ മാത്രം മതി എന്ന് വെച്ചാൽ എത്രയധികമാണ് എൻ്റെ ക്ലേശങ്ങൾ, എൻ്റെ സഹനങ്ങൾ, എൻ്റെ രോഗം എന്ന് വരികിലും എനിക്ക് നീ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്നുള്ള ആ വിശ്വാസ വീക്ഷണത്തിന്റെ ആഴം അനുഭവിക്കുവാൻ ആ വിശുദ്ധയ്ക്ക് കഴിഞ്ഞു. മിശിഹായോടുള്ള അവിശ്വസ്തതയാണ് നമ്മുടെ അടിസ്ഥാനപരമായ അശുദ്ധി. ഈ അശുദ്ധിയാണ് ശിഷ്യന്മാരിൽ ഒരുവനുണ്ടെന്ന് കർത്താവ് പറഞ്ഞത്. കർത്താവിനെ കൈവിട്ടാണ് അവൻ പ്രവർത്തിച്ചത്. അവസാനം മിശിഹായോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് അകലുക പ്രയാസമാണ്. സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെയും അവിടുത്തെ സഭയെയും സ്വീകരിക്കുന്നവർ അവിശ്വസ്തതകളിൽ മുഴുകും. അത് ആത്മായ വിശ്വാസികളായാലും സമർപ്പിതരായ വ്യക്തികളായാലും വൈദികരായാലും മെത്രാന്മാരായാലും എല്ലാം. പ്രിയമുള്ളവരെ, ഇതാണ് അടിസ്ഥാനപരമായ വസ്തുത. ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷം അവിടുത്തെ വിട്ടുകളഞ്ഞാൽ, അവിടുത്തോട് താതാത്മ്യപ്പെട്ട് ജീവിക്കാതിരുന്നാൽ, സ്വന്തം താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കർത്താവിനെ മാറ്റി നിർത്തിയാൽ, യൂദാസ് ചെയ്തതുപോലെ നാം അവിശ്വസ്തതകളിൽ മുഴുകും. നാം അറിയാതെ തന്നെ നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും കർത്താവിനെ നാം തള്ളിപ്പറയും. അപ്രകാരം തള്ളിപ്പറയുന്ന അനുഭവങ്ങളുടെ മൂർധന്യത്തിലാണ് ഒരുപക്ഷേ നാം കർത്താവിനെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഈ പാതകം നമുക്ക് വരാതിരിക്കട്ടെ. കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ പെസഹ നമ്മളെ ക്ഷണിക്കുകയാണ്. ഇന്നും ക്രിസ്തുവിനെ പ്രത്യക്ഷമായോ പരോക്ഷമായോ തള്ളിപ്പറയുന്നവരെ നമുക്ക് കാണാം. അവരിൽ നിന്നാണ് സഭയ്ക്ക് ചേരാത്ത, മിശിഹായ്ക്ക് ചേരാത്ത എതിർ സാക്ഷ്യങ്ങൾ ഉണ്ടാകുന്നത്. ഈ എതിർ സാക്ഷ്യങ്ങളുടെ പേരിൽ സഭ വ്രണിതമാണ്, ദുഃഖിതയാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പ്രിയമുള്ളവരെ, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നുവെന്ന് എന്ന കാലുകഴുകൽ ശുശ്രൂഷയുടെ അവസാന വാചകം നമ്മുടെ ശ്രദ്ധയിലിരിക്കട്ടെ. എന്നെ സ്വീകരിക്കുന്നവൻ അയച്ചവനെ സ്വീകരിക്കുന്നു. കർത്താവായ മിശിഹായെ സ്നേഹിക്കുന്നവര് ദൈവത്തെ തന്നെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുകയാണ്. ദൈവത്തിന്റെ മക്കളായി മാറുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യങ്ങളായി, ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ വക്താക്കളായി, പ്രയോക്താക്കളായി ഈ ലോകത്തിൽ ജീവിക്കുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ ഈ ആരാധനാ ശുശ്രൂഷയുടെ മർമ്മഭാഗത്തേക്ക് വരാം. അത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ്. യഹൂദരുടെ പെസഹ തിരുനാളിന്റെ പശ്ചാത്തലത്തിലാണ് കർത്താവ് കാലുകഴുകൽ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും നിർവഹിച്ചതെന്ന് നമ്മൾ ചിന്തിച്ചുവല്ലോ. യഹൂദരുടെ പെസഹ തിരുനാളിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു ബറാക്ക എന്ന സ്തോത്രഗീതം. ദൈവത്തിന് നന്ദി പറയുകയാണ്. സൃഷ്ടപ്രപഞ്ചത്തിന്റെ പേരിൽ, അവിടുന്ന് നൽകുന്ന എല്ലാ ദാനങ്ങളുടെയും പേരിൽ നന്ദി പറയുകയാണ്. ഈ നന്ദി പറച്ചിലാണ് കർത്താവ് തന്റെ തിരുശരീര രക്തങ്ങളുടെ സമർപ്പണമാകുന്ന വിശുദ്ധ കുർബാന സ്ഥാപിക്കുവാനും എടുത്തത്. അതെ, വിശുദ്ധ കുർബാന ഒരു നന്ദി പറച്ചിലാണ്, ഒരു കൃതജ്ഞതയുടെ സമർപ്പണമാണ്, ഒരു ഔക്കരിസ്തിയാണ്. എങ്ങനെയാണത്?
യൗക്കരിസ്തിയാകുന്നത്. കർത്താവ് ദൈവത്തെ പ്രകീർത്തിക്കുകയാണ്. പെസഹ ആചരണത്തിൻ്റെതായ പശ്ചാത്തലത്തിലുള്ള സ്തോത്രഗീതം ആലപിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തിന് നന്ദി പറയുന്ന ഇസ്രായേല് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതിനെ എല്ലാം ദാനങ്ങളായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിന്റെ ആ നന്ദി പ്രകാശനത്തിന്റെ കൃതജ്ഞതാ പ്രകടനത്തിന്റെ അനന്തരഫലമായിട്ടിതാ തന്റെ തിരുശരീര രക്തങ്ങളുടെ ദാനം കർത്താവ് നമുക്കായിട്ട് നൽകുന്നു. തന്നെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് നൽകുന്നു. അതെ, ദൈവത്തിന് അർപ്പിക്കുന്ന കൃതജ്ഞതയുടെയും ആ കൃതജ്ഞതയുടെ ഫലമായി ലഭിക്കുന്ന നമ്മുടെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളുടെ ദാനങ്ങളുടെ അനുഭവവും ഒന്നു ചേരുന്നതാണ് കുർബാന. ഈ കുർബാന സമർപ്പണത്തിലൂടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. ദൈവം തന്റെ ദാനങ്ങൾ തന്റെ തിരുപുത്രന്റെ തിരുശരീര രക്തങ്ങളിലൂടെ നമുക്ക് നൽകുന്നു. ഈ മഹാരഹസ്യമാണ് കർത്താവിന്റെ വിശുദ്ധ കുർബാനയുടെ അർപ്പണമെന്ന് നാം നോക്കുക. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ നാം സംബന്ധിക്കുമ്പോൾ ഈ ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മിശിഹായിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മിശിഹായുടെ ജീവിതം മുഴുവനും, അവിടുത്തെ സഹനവും മരണവും അവിടുത്തെ ഉത്ഥാനവും നമ്മുടെ സ്വന്തമായി നാം മാറുകയാണ്. അവിടുന്ന് നമ്മിൽ പ്രവേശിക്കുമ്പോൾ ഈ മഹാരഹസ്യങ്ങളിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. നാം രക്ഷയുടെ സൽഫലങ്ങൾ അനുഭവിക്കുകയാണ്. ഇപ്രകാരം മിശിഹായുടെ രക്ഷയുടെ സൽഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് ലോകത്തിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികളെല്ലാം മിശിഹായ്ക്ക് സദൃശ്യങ്ങളായിട്ട് മാറുന്നു. ലോകം വിശുദ്ധീകരിക്കപ്പെടുന്നു. പ്രഥമത നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. നോക്കുക, എത്ര വലിയ ഒരു ദൗത്യമാണ് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. കർത്താവ് അപ്പം എടുത്ത് പറയുകയാണ്, ഇതെന്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരം. എന്താണ് ഇതിന്റെ അർത്ഥം? തിരുരക്തം എടുത്തിട്ട് പറയുന്നു, ഇത് എന്റെ രക്തമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഉടമ്പടിയുടെ രക്തം. പഴയ നിയമത്തിലെ ഉടമ്പടിക്ക് പകരമായി പുതിയ ഉടമ്പടി കർത്താവ് സ്ഥാപിക്കുകയാണ് മനുഷ്യവംശത്തോട്. ഇത് ദൈവം കർത്താവായ യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങളിൽ മുദ്ര വയ്ക്കുന്ന ഉടമ്പടിയാണ്. ദൈവം ഇതിൽ പരമൊരു വ്യവസ്ഥ മനുഷ്യനോട് ചെയ്യുവാനുണ്ടോ? എന്റെ ഏകജാതന്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും മുദ്രയിടപ്പെട്ട് എന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ഇതാ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുക. ഈ രണ്ട് വാചകങ്ങളിലൂടെ കർത്താവ് തന്റെ തിരുശരീര രക്തങ്ങളുടെ ദാനം നമുക്ക് നൽകുകയാണ്. അവിടെ ഈ വാഴ്ത്തലിലൂടെ പരിണമിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഈ ദൈവ സാന്നിധ്യത്തെയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കുന്നതും പിന്നീട് വിശുദ്ധ കുർബാനയിൽ ആരാധിക്കുന്നതും. ദൈവം നമ്മോടുകൂടെ എന്നുള്ള കർത്താവിന്റെ നാമം ഇപ്രകാരം അക്ഷരശ നിർവഹിക്കപ്പെടുകയാണ്. റുഡോൾഫ് പെഷ് എന്നൊരു ബൈബിൾ വ്യാഖ്യാതമാണ്. അദ്ദേഹം പറയുന്നത്, ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറയുന്ന കർത്താവ് ഇത് ഞാൻ തന്നെയാകുന്നു എന്ന് പറയുകയാണ്. ഇതെന്റെ രക്തമാകുന്നു എന്ന് പറയുന്ന കർത്താവ് ഇത് ഞാൻ തന്നെയാകുന്നു എന്ന് പറയുകയാണ്. രക്തത്തിലൂടെയായാലും ശരീരത്തിലൂടെയായാലും പ്രിയമുള്ളവരെ നാം സ്വീകരിക്കുന്നത് കർത്താവിനെ തന്നെയാണ്. കർത്താവിനെ തന്നെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്നിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നത്, ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷം ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതെ, അവിടുത്തെ ഓർമ്മ, അവിടുത്തെ അനുസ്മരണം, അവിടുത്തെ സാന്നിധ്യത്തിന്റെയും പ്രവർത്തനത്തിന്റേതുമായിട്ടുള്ള അനുഭവം നമുക്ക് ഈ വിശുദ്ധ കുർബാനയിലൂടെ നിരന്തരം ലഭിക്കുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അനുദിനം മരിക്കാനും ഉയിർക്കാനും നമുക്ക് സാധിക്കണം. അനുദിനം മരിക്കണം. മരിക്കാതെ ഉയിർപ്പില്ല. മരണത്തോട് മല്ലിട്ട് നിന്നിട്ട് കാരണമില്ല. അവസാനമുള്ള മരണത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അനുദിനം നടക്കുന്ന മരണം. ഗോതമ്പ് മണി നിലത്ത് വീണ് വഴിയുന്നില്ല എന്ന് വരികില് അത് തനിയേയിരിക്കും, ഫലങ്ങൾ പുറപ്പെടുവിക്കുകയില്ല. എന്നാൽ അത് അഴിയുന്നു എന്ന് വരികില് അനേക മടങ്ങ് ഫലങ്ങൾ പുറപ്പെടുവിക്കും. ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകണം നമ്മള്. ദൈവത്തിന്റെ പ്രതീക്ഷകളെ നമ്മള് നിരാശപ്പെടുത്തരുത്. നാം ദൈവത്തോടൊപ്പം മിശിഹായോടൊപ്പം ഈ ലോകത്തില് ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടതാണ്. സഹോദരന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നും കർത്താവ് പറഞ്ഞു. ആ വലിയ സ്നേഹമാണ് കുരിശിൽ കർത്താവ് കാണിക്കുന്നത്.
എന്നു വരികിൽ എന്തുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വന്തം സഹോദരന് വേണ്ടി, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി നമുക്ക് സ്വയം വ്യയം ചെയ്തുകൂടാ? നമുക്കൊന്ന് മരിച്ചുകൂടാ? നമുക്ക് ഈ ജീവിതത്തിലെ ദുഃഖങ്ങളിൽ നിന്ന് സന്തോഷം അനുഭവിച്ചുകൂടാ? പ്രത്യക്ഷങ്ങളായിട്ടുള്ള സന്തോഷാനുഭവങ്ങൾക്ക് വേണ്ടി ഓടിത്തിരിയുന്നവര് ഈ ത്യാഗത്തിന്റെ അനുഭവത്തിലൂടെ വരുന്ന ആത്മാവിന്റെ നിർവൃതിയിലേക്ക് ഇതാ ക്ഷണിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവിലുള്ള വിശ്വാസം അതിനാണ് നമ്മളെ നിർബന്ധിക്കുന്നത്. ത്യാഗങ്ങൾ കൂടാതെ ലാഭങ്ങൾ കൊയ്യുവാൻ നാം ഇന്ന് ആഗ്രഹിക്കുന്നില്ലേ? പഠിക്കാതെ പരീക്ഷയിൽ ജയിക്കാൻ, അധ്വാനിക്കാതെ ശമ്പളം വാങ്ങാൻ, അണികൾക്ക് വേണ്ടി സ്വയം വ്യയം ചെയ്യാതെ നേതൃനിരയിൽ നിൽക്കാൻ, കൈക്കൂലി കൊടുത്ത് കാര്യം നേടാൻ, അഴിമതിയിലൂടെ പൊതുസ്വത്ത് കൈക്കലാക്കാൻ, അക്രമം വഴി അന്യരെ കൊള്ളയടിക്കാൻ, ഭീകരത കൊണ്ട് മനുഷ്യ ജീവിതത്തിന് തന്നെ വിലങ്ങ് വയ്ക്കാൻ മടിക്കാത്ത മനുഷ്യരെ നാം കാണുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഇവിടെ നിന്നാണ് നമുക്ക് വിടുതലുണ്ടാകേണ്ടത്, വിമോചനമുണ്ടാകേണ്ടത്. ഇതിനു വേണ്ടിയിട്ടാണ് അവിടുന്ന് നമുക്ക് വേണ്ടി സഹിക്കുന്നത്, മരിക്കുന്നത്. മനുഷ്യവംശത്തിന്റെ അനീതിക്ക് തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് നീതിയുടെ പുനഃസ്ഥാപനം സ്ഥാപിക്കുന്ന കർത്താവിന്റെ സുവിശേഷത്തിന്റെ കാതലിലേക്ക് നമുക്ക് വരാം. ഈ കാതലായ അനുഭവം നമ്മുടെ സ്വന്തമാക്കാം. അതാണ് പെസഹ ആചരണത്തിന്റെ ഏറ്റവും വലിയ അനുഭവം. പ്രിയമുള്ളവരെ, മിശിഹായുടെ മാർഗം നാം മുമ്പ് പറഞ്ഞവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. മിശിഹായുടെ മാർഗം അവലംബിച്ച അനേകം വിശുദ്ധരുണ്ട്. ത്യാഗത്തിൽ സന്തോഷം കണ്ടെത്തിയവര്, ഈ ലോകത്തിൻ്റെതായ ദാരിദ്ര്യത്തില് സമ്പന്നത നേടിയവര്, അങ്ങനെയുള്ള വിശുദ്ധര്, മഹാത്മാക്കള് അനേകായിരങ്ങളാണ് സഭയിൽ. ജീവിക്കുന്നവരുമുണ്ട്, മരണം പ്രാപിച്ചവരുമുണ്ട്, സ്വർഗത്തിലിരിക്കുന്നവരുണ്ട്, ഈ ലോകത്തിൽ വ്യാപരിക്കുന്നവരുണ്ട്. എല്ലാവരോടും ചേർന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കാം. പ്രതീക്ഷയോടുകൂടി ഈ ലോകത്തിൽ നമുക്ക് മുന്നേറാം. കർത്താവ് മരിച്ചു എന്ന് വരികിലും ഉയിർത്തവനാണെന്നുള്ള ബോധത്തോടുകൂടി ആ ഉയിർപ്പിന്റെ അനുഭവങ്ങളിലേക്ക് നമ്മളെ കർത്താവ് മരണത്തിന്റെ അനുഭവങ്ങളിലൂടെ കൊണ്ടുപോകുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം, ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങള്, നമ്മുടെ കുടുംബങ്ങളിൽ എത്രയോ കലഹങ്ങൾ ഉണ്ടാകുന്നു. ഭർത്താവ് തന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നു, തന്റെ സുഖങ്ങൾ തേടുന്നു. ഭാര്യയും അങ്ങനെ തന്നെ. ഭാര്യയും ഭർത്താവും പോലും ഒന്നു ചേർന്ന് പലപ്പോഴും ലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ഹിതത്തെ മാറ്റി നിർത്തുന്നു. മക്കളെ ജനിപ്പിക്കാൻ പോലും മടിക്കുന്നു. മക്കൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ മാറ്റി നിർത്താതെ അവരെ മറ്റുള്ളവരെ കൊണ്ട് വളർത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ അനുഭവങ്ങളിൽ നിന്ന് പ്രിയമുള്ളവരെ നമ്മൾ പിന്തിരിയണം. നമ്മൾ വിവാഹ ജീവിതത്തിന്റെ, കുടുംബജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് തിരിച്ചു വരണം. ദൈവത്തിന്റെ കുടുംബമാണ് നിങ്ങളുടെ കുടുംബങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ കുടുംബത്തിന്റെ കൂട്ടായ്മയാണ് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടത്. നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ ദൈവത്തിന്റെ പ്രതിനിധികളെ കാണണം. മിശിഹായുടെ സ്നേഹം അവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടണം. അപ്പോൾ അവർ മിശിഹായിലേക്ക് തിരിയും, ദൈവത്തിങ്കിലേക്ക് തിരിയും. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ മക്കൾ അങ്ങനെ ചെയ്തുകൂടാ എന്ന് പറയുവാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? അതിനാൽ മക്കൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന മാതാപിതാക്കന്മാരെ ദൈവം പ്രതീക്ഷിക്കുന്നു. ഈ മക്കൾ തന്നെയാണേലും മാതാപിതാക്കളുടെയും സഭയുടെയും മാതൃക കണ്ടു വളരട്ടെ. പ്രിയമുള്ളവരെ, ലോകം വെച്ച് നീട്ടുന്നതെന്നും നമുക്ക് നിത്യമായ സമാധാനവും സന്തോഷവും നൽകുന്നതല്ല. പിന്നെയോ സ്വാർത്ഥമായ താൽക്കാലികമായിട്ടുള്ള സന്തോഷങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നവയാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം കർത്താവിങ്കിലേക്ക്. നമുക്ക് അവിടുന്നിലൂടെ കടന്നു പോകാം. അങ്ങനെ കടന്നുപോയിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ത്യാഗ സുരഭിലമായ ഒരു സമർപ്പണമാക്കി മാറ്റാം. ഒരു കുർബാനയായി തീരാം. ആ കുർബാനയിലൂടെ മറ്റുള്ളവർക്കും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ സാധിക്കട്ടെ. ഈ കുർബാനയിലാണ് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് കർത്താവ് പറയുന്നത്. അത് നമ്മിലിരിക്കേണ്ട സമാധാനവും മറ്റുള്ളവരിലേക്ക് വ്യാപിക്കേണ്ടതുമായ സമാധാനമാണ്. എവിടെ അസമാധാനമുണ്ടോ അവിടെ സ്വാർത്ഥതയുണ്ട്, അവിടെ ലോകത്തിൻ്റെതായ വശ്യതകൾ കുടിയിരിക്കുന്നുണ്ട്. അകറ്റാം സഹോദരങ്ങളെ. കർത്താവിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഇന്നത്തെ കാലുകഴുകൽ ശുശ്രൂഷയുടെ ആഴമായ അർത്ഥത്തിലേക്ക് നമുക്ക് പോകാം. അവിടുന്ന് മനുഷ്യവംശത്തെ കഴുകി വിശുദ്ധീകരിക്കുന്ന ഈ പ്രക്രിയ ഇപ്പോൾ ഇവിടെ 12 പേരുടെ കാലുകഴുകൽ ശുശ്രൂഷയിലൂടെ നടക്കുകയാണ്. ഇവരിവിടെ നമ്മുടെ സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ടിരിക്കുന്നു. ഇവർ 12 പേരും ഈ സമൂഹത്തിന്റെ പ്രതിനിധികളാണെങ്കിൽ എത്രയോ 12 പേരുടെ കാലുകഴുകളാണ് ഇന്ന് ലോകമെമ്പാടും നടക്കുന്നത്. ഈ 12 പേരുകളിലൂടെ മുഴുവൻ ഇന്നത്തെ ലോകത്തെ കഴുകി ശുദ്ധീകരിക്കുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ അതിക്രമങ്ങളെ കാണാതെ കർത്താവെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളെ പാർക്കാതെ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങേക്ക് യോജിച്ച സമർപ്പണങ്ങളാക്കി മാറ്റുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. മനസ്സുമടിക്കാതെ ആത്മധൈര്യത്തോടുകൂടി കർത്താവിന്റെ മുമ്പിൽ നിൽക്കാം. നിനക്ക് എന്നോടുകൂടി പങ്കുണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞ പത്രോസ് വീണുപോയെങ്കിലും പിന്നീട് പശ്ചാത്തപിച്ചതുപോലെ നമ്മുടെ വീഴ്ചകളിൽ നിന്ന് നമുക്ക് ഉയരാം. നമുക്ക് കർത്താവിനോടൊപ്പം നിൽക്കാനുള്ള ആ ധൈര്യമുണ്ടാകട്ടെ. പിന്നീട് അവൻ തലകീഴായി മരിക്കുന്നത് വരെ കർത്താവിനോടൊപ്പം നിന്ന ആ നിശ്ചയദാർഢ്യം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. കർത്താവിന്റെ കൃപ നമ്മോടുകൂടി ഉണ്ടേ എന്ന് വരികില്, അവിടുത്തെ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നുണ്ടേ എന്ന് വരികില്, അവിടുത്തെ കൽപ്പനകളുടെ അർത്ഥം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ടേ എന്ന് വരികില്, അവിടുത്തെ കൃപ കൂദാശകളിലൂടെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടേ എന്ന് വരികില്, അവിടുത്തെ സ്നേഹം നമ്മുടെ പരസ്നേഹ പ്രവർത്തികളിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടേ എന്ന് വരികില്, കർത്താവ് നമ്മോടുകൂടിയാണ്, നാം അവിടുത്തോടുകൂടിയുമായിരിക്കും. അവിടുത്തെ കൃപ നമ്മുടെ ജീവിതങ്ങളെ ഭരിക്കും. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകളിൽ പ്രിയമുള്ളവരെ ശ്രദ്ധയോടും ഭക്തിയോടും ആത്മസമർപ്പണത്തോടും കൂടി സംബന്ധിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇതൊരു ചടങ്ങിന്റെ നിർവഹണമല്ല, ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ കാതലായ ഒരു കർമാനുഷ്ഠാനമാണ്. ഇതിലൂടെ നാം കർത്താവിങ്കിലേക്ക് ഒന്നുകൂടെ പ്രവേശിക്കുകയാണ്. ആത്മനിർവൃതിയോടുകൂടി തിരിച്ചു പോകത്തക്ക രീതിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ട് ഞങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം ആഹ്വാനം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ കർത്താവും ഗുരുവുമായ മിശിഹായെ, അന്ത്യത്താഴ്വേളയിൽ നീ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയുടെയും ശുശ്രൂഷയുടെയും ആത്മസമർപ്പണത്തിന്റെയും മാതൃക നൽകുകയും അതനുകരിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തുവല്ലോ. ജീവദായകമായ നിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ യഥായോഗ്യം നിർവഹിക്കുവാനും പരസ്പര സ്നേഹത്തിലൂടെ നിന്റെ ചൈതന്യം അതിന് ജീവിതത്തിൽ നിലനിർത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കാലത്തിൽ വെള്ളമെടുത്തു വെങ്കച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിൻ മാതൃക നൽകാൻ സ്നേഹത്തിൻ പൊൻകൊടി നാട്ടാൻ വിനയത്തിൻ മാതൃക നൽകാൻ സ്നേഹത്തിൻ പൊൻകൊടി നാട്ടാൻ സകലേശൻ ദാസന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി കാലത്തിൽ വെള്ളമെടുത്തു വെങ്കച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ
സ്നേഹത്തിൻ ചിറകു വിരിഞ്ഞു രാജാളി തെളിഞ്ഞു പറഞ്ഞു സ്വയമെന്നതുപോൽ അന്യോന്യം നിങ്ങൾ
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച് മിശിഹായെ തപസ്സിന്റെയും പ്രാശ്ചിത്തിന്റെയും ചൈതന്യത്തിൽ ജീവിക്കുവാനും പ്രാർത്ഥനാരൂപിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ മിശിഹായെ ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യരക്ഷ പ്രാപിക്കും എന്നരുൾ ചെയ്ത കർത്താവേ, നിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് നിത്യജീവിതത്തിന് യോഗ്യരാകുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നരുൾ ചെയ്ത കർത്താവേ, ഈ ബലിയിൽ പങ്കുചേർന്ന് നിന്റെ രക്ഷാകര സ്നേഹം നിരന്തരം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മാതൃക നൽകിയ കർത്താവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ എളിമയോടെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകുവിൻ എന്നരുൾ ചെയ്ത കർത്താവേ, വിനയത്തിന്റെയും ശൂന്യവൽക്കരണത്തിന്റെയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്ന ഞങ്ങൾ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഇടവരുത്തണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന കൽപ്പന നൽകിയ കർത്താവെ, അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് നിന്റെ ശിഷ്യർക്ക് ഉചിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രനെ പെസഹ കുഞ്ഞാടായി ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മഹനീയമായ ഈ ദാനം പരസ്പര സ്നേഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കട്ടെ. അവിടുത്തെ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് നിത്യസൗഭാഗ്യത്തിന് കാരണമായി തീരുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്ക് ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവം
കൽപ്പനയനുസരിച്ച് മിശിഹായുടെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം പിതാവിൽ നിന്നും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും ഇരിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രൻ പുറപ്പെടുന്ന സത്യാത്മാവും സത്യദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
പാത്രാർക്കിസ്മാരും മെത്രാന്മാരും നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മോടൊത്തുണ്ടാകട്ടെ.
പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ നേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വേഗവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തർക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത്
പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ സമ്പന്നമാക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതയിലെ മാർ തോമസ് മെത്രാനു വേണ്ടിയും മാർ സുഭാഷൻ മെത്രാനു വേണ്ടിയും ഞങ്ങളുടെ സഭയിലെ മറ്റെല്ലാ മെത്രാപ്പോലീത്തമാർക്കും മെത്രാന്മാർക്കും വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിനും ആദമർദ്ദിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപുറം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഈ അതിരൂപതയിലെ ഞങ്ങളുടെ എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ വർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയവത്തനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന്
സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നേണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിന് അനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശ അവർ കാത്തിരിക്കുന്ന ഈ ജനത്തെ സുഗന്ധപൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കല്ലറയുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായി ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ, ഈ ഭൂവിന ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും പ്രാർത്ഥനകളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ.
മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണം. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തേണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. നമുക്ക് വേണ്ടി കീറിമുറിക്കപ്പെട്ട ശരീരം ഇതാകുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തം ഇതാകുന്നു. അമർത്യതയുടെ ഔഷധം ഇതാ നമുക്കായി നൽകപ്പെടുന്നു. പ്രവാചകന്മാരോടും ശ്രാഫന്മാരോടും ചേർന്ന് ഇതിന്റെ ദാതാവായ മിശിഹായെ നമുക്ക് സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. പ്രാശ്ചിത്ത പ്രവൃത്തികളിൽ വ്യാപൃതരായിരിക്കുന്ന സഹോദരരെ, ജീവദായകമായ ഈ വിരുന്ന് നമുക്ക് ആസ്വദിക്കാം. ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവചനം ശ്രവിക്കുവാനും കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്ങയെ സ്തുതിക്കുവാനും അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. ഞങ്ങൾക്കായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യം അനുഭവിച്ച് അങ്ങയെ അനവരതം പാടിപ്പുകഴ്ത്തുവാൻ ഞങ്ങൾ അർഹരാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ മിശിഹായെ കുറിച്ച് മരണത്താൽ ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കുകയും തിരുശരീരക്തങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കുകയും ചെയ്തു. നിന്നോട് നിത്യം വസിക്കുവാൻ ഈ ദിവ്യകുദാശ ഞങ്ങൾക്ക് കാരണമായി തീരട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. പിതാവായ
സകലേശൻ പാപികളാകും മാത്യർക്കായി ഭാരിലയച്ചു കനിവോടെ ഏകകുമാരൻ മിശിഹായെ ജീവൻ നൽകാൻ സ്ഥാപിച്ചു പരിപൂരിതമാം കുർബാന വരദാനങ്ങൾ ചൊരിയുന്നു പാവനരൂപൻ ദിവ്യാത്മൻ സ്ത്രീയന്മാരുടെ പാദങ്ങൾ കഴുകിയ നാഥൻ നൽകിയതാ മാതൃക പോലെ സകലർക്കും സേവനമെന്നും ചെയ്തിടുവാൻ ദിവ്യ ശരീരവും അതുപോലെ രക്തവുമേകിയ തിരുനാഥൻ ദിവ്യാനുഗ്രഹമരുളട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. അങ്ങനെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.